അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് മദ്യപന്മാരുടെ കഥയുണ്ട്. അവർ രാത്രി മദ്യപിച്ച് പുഴയുടെ അക്കരയിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വഞ്ചിയിൽ കയറി തുഴയെടുത്ത് തുഴഞ്ഞുകൊണ്ടേയിരുന്നു. രാവിലെ ആയിട്ടും അവർ അവരുടെ വീട്ടിലേക്ക് എത്തിയില്ല. പുഴയുടെ അക്കരെ കടക്കാൻ സാധിച്ചില്ല. വഞ്ചി നിന്ന അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം സ്വബോധമില്ലാത്ത അവർ വഞ്ചിയുടെ കെട്ടഴിച്ചിരുന്നില്ല. നമ്മുടെ ജീവിതം പലപ്പോഴും എങ്ങനെയാണ്? ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും നാം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നാം എത്തിച്ചേരുന്നില്ല. ചില കെട്ടുകളൊക്കെ അഴിക്കാൻ ബാക്കിയുണ്ട്. അത്തരം ചില കെട്ടുകളെ കുറിച്ചാണ് ഈ വീഡിയോ. നമ്മുടെ ഇംപ്രൂവ്മെന്റിന് തടസ്സം നിൽക്കുന്ന ബാഡ് ഹാബിറ്റുകളാണ് ആദ്യത്തെ കാറ്റഗറി. ബാഡ് ഹാബിറ്റുകൾ, ശീലങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്യൽ നമ്മുടെ ഇംപ്രൂവ്മെന്റിന് സഹായകരമാണ്. അത് വൈകി ഉണരുന്നതാകാം, വൈകി ഉറങ്ങുന്നതാവാം, ഉറങ്ങുന്നതിന് മുമ്പ് ദീർഘസമയം മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാവാം, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗമാവാം, ജങ്ക് ഫുഡ് കഴിക്കുന്നതാവാം, വ്യായാമം ഇല്ലാതിരിക്കുന്നതാവാം. ഇങ്ങനെ ഒരു പേനയും പേപ്പറും എടുത്ത് എൻ്റെ ശീലങ്ങളിൽ ബാഡായ ശീലങ്ങൾ ഏതെല്ലാം, ബാഡ് ഹാബിറ്റുകൾ ഏതെല്ലാം, ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ ഒഴിവാക്കേണ്ടത് ഏതെല്ലാം എന്ന് ലിസ്റ്റ് ചെയ്യുക. അത് ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കുക. രണ്ടാമത്തെ കാറ്റഗറി നമ്മുടെ ബാഡ് ഫ്രണ്ട്സുകളാണ്. ബാഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ വെള്ളമടിയും കഞ്ചാവലിയും അത്തരം ദൂഷ്യ സ്വഭാവങ്ങളുള്ള ഫ്രണ്ട്സുകൾ മാത്രമല്ല, നമ്മുടെ ഉയർന്ന ചിന്താഗതിക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ലോ ലെവലിൽ ചിന്തിക്കുകയും നമ്മുടെ ഉയർന്ന സ്വപ്നങ്ങളെ മുളയിലെ നുള്ളിക്കളയുകയും ചെയ്യുന്ന, നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നെഗറ്റീവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സുകളൊക്കെ അതിൽ പെടും. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിള് എപ്പോഴും പോസിറ്റീവ് മൈൻഡുള്ളവരായിരിക്കണം. യു ആർ ദി ആവറേജ് ഓഫ് ദി 5 പീപ്പിൾ സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. നീ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അത്തരം 5 ആളുകളുടെ ആവറേജ് ആയിരിക്കും നീ എന്നാണ് പറയുക. നിങ്ങളുടെ 5 ഫ്രണ്ട്സുകൾ എടുത്തു നോക്കുക. അവരുടെ സ്വഭാവമായിരിക്കും നിങ്ങളുടെയും സ്വഭാവം. അവരുടെ വരുമാനത്തിന്റെ തോതനുസരിച്ചായിരിക്കും നിങ്ങളുടെയും വരുമാനം. അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെയും ജീവിത നിലവാരം. അപ്പോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നാം ഒഴിവാക്കേണ്ടവരുടെ ലിസ്റ്റും നാം ചെയ്യുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായി അകറ്റി നിർത്തുക, അവരുമായി പിണങ്ങുക എന്നൊന്നുമല്ല അർത്ഥം. നമ്മുടെ ചിന്തയും നമ്മുടെ സ്വപ്നങ്ങളും അനുസരിച്ചുള്ള ആളുകളുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുക. കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നാം എത്താൻ ആഗ്രഹിക്കുന്ന ഫ്രീക്വൻസിയിലുള്ള ആളുകളുമായിട്ടായിരിക്കുക. അറബിയിൽ ഒരു കവിതയുണ്ട്, അനിൽ മർഇലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി. ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അയാളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല, അയാളുടെ ഫ്രണ്ട്സുകളെ കുറിച്ച് ചോദിച്ചാൽ മതി എന്നാണ്. ഫ്രണ്ട്സുകൾ എന്താണോ അത് തന്നെയായിരിക്കും, അതിൻ്റെ ഫോട്ടോ കോപ്പി ആയിരിക്കും അയാൾ. ഒഴിവാക്കേണ്ടുന്ന മൂന്നാമത്തെ കാറ്റഗറി നമ്മുടെ മോശം ബിഹേവിയറുകളാണ്. സ്വഭാവങ്ങൾ, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ, അമിത കോപം പ്രകടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കണം. ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരുടെ ദോഷങ്ങൾ, മോശങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന സ്വഭാവമാണെങ്കിൽ അത് ഒഴിവാക്കണം. കളവ് പറയുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ കഴിയാതിരിക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കണം. എൻ്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ് വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത്. ഒഴിവാക്കേണ്ടുന്ന ശീലങ്ങളിൽ പെട്ടതാണ്.
നാലാമത്തെ കാറ്റഗറി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെയ്യാവുന്നതാണ്. നാം ഒരുപാട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നാം ഫോളോ ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചതൊക്കെ ഉണ്ടാവും. അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്തതും നമ്മെ വേണ്ടാത്ത ചിന്തകളിലേക്ക് നയിക്കുന്നതും നമ്മുടെ സമയത്ത് നഷ്ടപ്പെടുത്തുന്നതുമായിരിക്കാം. അത്തരം ആളുകളെയൊക്കെ അൺഫോളോ ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഇതെല്ലാം പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. മൊബൈലിലും സോഷ്യൽ മീഡിയയിലും വെറുതെ സമയം കളയുന്നവർക്ക് എല്ലാ സബ്സ്ക്രിപ്ഷനും അക്സെപ്റ്റബിൾ ആണ്. അടുത്ത കാര്യം ടൈം കില്ലിംഗ് ആക്ടിവിറ്റീസ് ആണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ സമയം കൊല്ലുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, വെറുതെ സമയം കളയുന്നത്. ഇപ്പോഴത്തെ സമയത്ത് കൂടുതലും അത് സോഷ്യൽ മീഡിയയും മൊബൈലും ഒക്കെ ആയിരിക്കാം. അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം ആക്ടിവിറ്റികൾ ഒഴിവാക്കുക. ഈ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മതിയെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അത് ചെയ്തു തീർക്കുന്ന സ്വഭാവം നാം ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന് നാം അയൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഷർട്ട് അയൺ ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മതി. പക്ഷേ നാം വീണ്ടും വീണ്ടും അയൺ ചെയ്തുകൊണ്ടേ ഇരുന്ന് അതിന് ധാരാളം സമയം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. കുളിക്കാൻ വേണ്ടി ധാരാളം സമയം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. മറ്റുള്ള ഇത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതൊക്കെ സമയം കൊല്ലുന്ന നമ്മുടെ ശീലങ്ങളിൽ പെട്ടതാണ്, പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അത്തരം കാര്യങ്ങളും ഒഴിവാക്കുക. പുതിയൊരു ശീലം തുടങ്ങാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഉണ്ടായിരുന്ന ശീലങ്ങൾ ഉപേക്ഷിക്കാനാണ് പ്രയാസം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് അത്തരം ഒരു ആശയമുണ്ട്. വിദായത്തുൽ ഹിദായയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് പ്രയാസം. ജസാക്കല്ലാഹു ഖൈറ.